ഞാൻ തിരക്കഥാകൃത്ത് ബാബു പിള്ളശ്ശേരിയാണ്. ഇപ്പോൾ നമ്മുടെ കണ്ട സിനിമയിൽ മൊത്തത്തിൽ സിനിമകൾ വേണ്ടത്ര നിലവാരമില്ലെന്നാണ് തോന്നിയത്. അല്ല, നമ്മുടെ ഓപ്പണിംഗ് സെറിമണിയുടെ അന്ന് അവതരിപ്പിച്ച ആ ബ്രസീൽ സിനിമ ഐ ആം സ്റ്റിൽ ഹിയർ വളരെ നന്നായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി നമ്മുടെ മലയാള സിനിമകൾ തന്നെയാണ് നന്നായിരുന്നു. ഇപ്പോൾ ഇന്ദു ലക്ഷ്മിയുടെ അപ്പുറമാണെങ്കിലും ഫാസിൽ മുഹമ്മദിൻ്റെ നമ്മുടെ ഫെമിനിച്ചി ഫാത്തിമയാണെങ്കിലൊക്കെ തന്നെയാണ്. പിന്നെ ഇന്നിപ്പോൾ ഒരു ഇന്നലെ സ്പെയിൻ സിനിമ കണ്ടിരുന്നു, ആനിമൽ ഹ്യൂമൻ എന്ന് പറഞ്ഞിട്ട്. അത് വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ മനസ്സിൽ സ്പർശിക്കുന്ന സിനിമകൾ വേണ്ടത്ര ഉണ്ടായില്ല എന്നുള്ളതാണ്. പിന്നെ ബേണിംഗ് ബോഡി എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഡയറക്ടറുടെ ഇൻ്റലിജൻസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ചിലൊരു 61 വയസ്സുകാരി സ്ത്രീ ലൈംഗികത ഭയങ്കര പാപമാണ് എന്ന് കരുതിയ ഒരു കാലത്ത് ജീവിച്ചിട്ട് ഒടുവിൽ അവർ ഒരു 60 വയസ്സായി കഴിയുമ്പോൾ അവരുടെ ബാല്യകൗമാരങ്ങളിലേക്ക് തിരിച്ചു പോകുന്ന ഒരൊറ്റ വീട്ടിൽ ഡയറക്ടർ ചെയ്തിട്ടുണ്ട്. അവരെ കുട്ടിക്കാലവും യൗവനവും അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു മേക്കിങ്ങിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നി. കൂടുതൽ അങ്ങനെ സിനിമകളൊന്നും മനസ്സിൽ സ്പർശിച്ചില്ല. അതൊരു വേദനയോടു കൂടിയാണ് പോകുന്നത്. പിന്നെ അങ്കമ്മ എന്ന് പറഞ്ഞ പടം ബിപിൻ രാധാകൃഷ്ണൻ്റെ, അത് ഭാരതിരാജയുടെ കാലത്ത്, ഭാഗ്യരാജയുടെ കാലത്ത് കറുത്തമ്മയും മുതൽ മര്യാദയും വേദം പൊതുതൊക്കെ കണ്ട ഞങ്ങളുടെ തലമുറയ്ക്ക് അങ്കമ്മ അങ്ങനെ ഒരു വലിയൊരു സിനിമയായിട്ടൊന്നും തോന്നിയില്ല എന്നുള്ളതാണ്.